ഒരു മൈസൂർ മസാല ദോശ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മസാല ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലോട്ട് കടുക്, ഉഴുന്ന്, കടലപ്പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില ഇട്ടു. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് നല്ലതുപോലെ ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് വാങ്ങി വെക്കാം. ചൂടായ ദോശക്കല്ലിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ പരത്തിയെടുക്കണം. ദോശ ക്രിസ്പ് ആവാനായിട്ട് ഇച്ചിരി ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് തേക്കാനുള്ള ഒരു റെഡ് സോസ് ഉണ്ടാക്കാം. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വറ്റൽ മുളകിലോട്ട് ഒരു കഷ്ണം പുളിയും വെളുത്തുള്ളിയും പൊരിക്കടലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് ദോശയിലോട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ദോശയിൽ പിടിച്ചു കഴിഞ്ഞാൽ മസാല തേച്ച് കൊടുക്കാം. എല്ലായിടത്തുമായിട്ട് മസാല തേച്ച് കൊടുത്ത് നല്ലതുപോലെ ദോശ മൂത്ത് വരുമ്പോഴത്തേക്കും മടക്കി വെച്ച് കൊടുക്കാം. ദോശ നല്ല ക്രിസ്പായി വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. മൈസൂർ മസാല ദോശ റെഡി. പുറമെ നല്ല ക്രിസ്പിയായും അകം നല്ല എരിവുള്ളതാണ് ഈ മസാല ദോശ. സാമ്പാറിനേക്കാളും തേങ്ങ ചമ്മന്തിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ.